ബാർക്കുമോർ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി ആദ്യം മുതൽ നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോനിയും ഉണ്ടായിരിക്കുമാറാവട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ വീണ്ടും ദൈവവചനത്തിൻ്റെ കീഴിലായിരിക്കാൻ സ്വർഗത്തിൽ ദൈവം നമുക്കൊരുക്കിയ ഈ നല്ല അവസരത്തിനായി ദൈവത്തെ മഹത്വപ്പെടുത്താം. അനുഗ്രഹം പ്രാപിക്കാൻ എന്ത് ചെയ്യണമെന്നാണ് നാം ചിന്തിക്കുന്നത്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് തടസ്സമായ ഒന്നാണ് ആ വ്യക്തിയുടെ നെഗറ്റീവായ മനോഭാവം, നെഗറ്റീവായ ചിന്തകൾ. ഒരു വ്യക്തി ആ വ്യക്തിയെക്കുറിച്ച് എന്നെ ആരും സ്നേഹിക്കാനില്ല എന്നൊരു മനോഭാവം ഉണ്ടെങ്കിൽ അത് ആ വ്യക്തിയുടെ വ്യക്തിപരമായ അനുഗ്രഹത്തിന് വളർച്ചയ്ക്ക് തടസ്സമാണ്. അതായത് ആ വ്യക്തി പിന്നെ തന്നിലേക്ക് തന്നെ ഒതുങ്ങിക്കൂടുന്നു, മറ്റുള്ള വ്യക്തികളുമായിട്ട് ബന്ധമില്ലാതെ വരുന്നു. എന്നെ ആർക്കും വേണ്ട, എന്നോട് ആർക്കും സ്നേഹമില്ല എന്നൊരു ചിന്ത. ദൈവത്തിൻ്റെ കണ്ണിലൂടെ നാം ദൈവത്തെ നോക്കി ദൈവത്തിൻ്റെ വചനം കേട്ട് അതിൽ വിശ്വസിക്കുമ്പോൾ ഈ മേഖലയിൽ നമുക്ക് ഒരു വിടുതൽ പ്രാപിക്കുവാനായിട്ട്, അനുഗ്രഹം പ്രാപിക്കാനായിട്ട് സാധിക്കും. കർത്താവിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ യെശയ്യാപ്രവാചകന്റെ പുസ്തകം 54:10 കർത്താവിൻ്റെ വചനം പറയുന്നു, മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എന്നാൽ എൻ്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ പിരികയില്ല. അതായത് ആരും എന്നെ സ്നേഹിക്കാനില്ല എന്നുള്ള മനോഭാവത്തോടെ ദൈവത്തെ കുറ്റപ്പെടുത്തുന്ന, സ്വയം ശപിക്കുന്ന ആരെങ്കിലും ഈ സ്വരം കേൾക്കുന്നുണ്ടെങ്കിൽ ദൈവമായ കർത്താവ് അരുളി ചെയ്യുകയാണ്, എൻ്റെ അചഞ്ചലമായ സ്നേഹം ഒരു നാളും നിന്നെ പിരികയില്ല. വചനം പറയുകയാണ്, മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എന്നാൽ ദൈവത്തിൻ്റെ സ്നേഹം ഒരിക്കലും നമ്മിൽ നിന്ന് അകന്നു പോവുകയില്ല, മാറ്റപ്പെടുകയില്ല. അത് നിലനിൽക്കുന്ന അചഞ്ചലമായ സ്നേഹമാണ്. പലപ്പോഴും ഈ ലോകത്തിലെ സ്നേഹത്തിന് വേണ്ടി ദാഹിക്കുന്നവർ നമ്മൾ പലപ്പോഴും, അതൊരു പക്ഷേ അമ്മയുടെ ഉദരത്തിൽ വെച്ച് സ്നേഹം കിട്ടാത്തതിൻ്റെ മുറിവായിരിക്കാം, ഒരുപക്ഷെ ബാല്യത്തിൽ മാറോട് ചേർന്നുള്ള മാതാപിതാക്കളുടെ സ്നേഹം കിട്ടാത്തതിൻ്റെ മുറിവായിരിക്കാം, അല്ലെങ്കിൽ കൗമാരത്തിൽ സ്നേഹവും അംഗീകാരവും കിട്ടാതെ വളർന്നതിൻ്റെ മുറിവായിരിക്കാം, സ്നേഹത്തിന് വേണ്ടി ദാഹിച്ച് അവസാനം വഞ്ചിക്കപ്പെട്ട ചില വ്യക്തികളുടെ മനസ്സിനേറ്റ മുറിവുകളായിരിക്കാം. ഇങ്ങനെയുള്ളവർ സ്വയം വിധിക്കുന്നു, എന്നോട് ആർക്കും സ്നേഹമില്ല, എന്നെ ആർക്കും വേണ്ട, എന്നെ ഒന്നിനും കൊള്ളില്ല, എന്നോടാർക്കും സ്നേഹമില്ല. ഈ മനോഭാവം നമ്മൾ ഉള്ളിടത്തോളം കാലം ഒരിക്കലും നമുക്ക് വളർച്ച ഉണ്ടാകില്ല. അത് ഭൗതികമായും ആത്മീയമായും നമുക്ക് വളരാൻ സാധിക്കുകയില്ല. നമ്മൾ മറ്റൊരു വ്യക്തിയെ കാണുന്നത് നമ്മുടെ കണ്ണിലൂടെയാണ്, മാത്രമല്ല നമ്മൾ ഒരുപക്ഷെ പിശാചിൻ്റെ കണ്ണിലൂടെയാണ് നോക്കുന്നത്. പിശാചിൻ്റെ കണ്ണിൽ നമ്മൾ മറ്റുള്ളവരെ നോക്കുമ്പോൾ നമ്മളെ സ്നേഹിക്കുന്നില്ല, മറ്റുള്ളവർ നമ്മളെ കരുതുന്നില്ല എന്ന് തോന്നുമ്പോൾ അവരോട് നമുക്ക് വെറുപ്പുണ്ടാകാം. ഈ വെറുപ്പ് ദൈവികമല്ല, പൈശാചികമാണ്. പിശാചിൻ്റെ കണ്ണിലൂടെ നോക്കുമ്പോഴാണ് മറ്റുള്ളവർ എന്നെ സ്നേഹിക്കാത്തവരോട് എനിക്ക് കയ്പും വെറുപ്പും, അല്ലെങ്കിൽ എന്നോടുള്ള സ്നേഹം നിഷേധിച്ചതിൻ്റെ വാശിയാകാം, വൈരാഗ്യമാകാം, ആ വ്യക്തിയോട് കയ്പും വെറുപ്പും വിദ്വേഷവുമായി പിശാചിൻ്റെ ചില പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നു. ഇത് പിശാചിൻ്റെ കണ്ണിലൂടെ നാം നോക്കുന്നുകൊണ്ടാണ്. നമ്മുടെ കണ്ണിൽ നോക്കുമ്പോൾ നമ്മൾ പലപ്പോഴും പറയും, എന്നെ സ്നേഹിക്കാൻ മാത്രം ആരുമില്ല, എന്നേക്കാൾ കൂടുതൽ മറ്റുള്ളവരെ സ്നേഹിക്കുന്നു, എന്നേക്കാൾ കൂടുതൽ എൻ്റെ അനിയനെ, അനിയത്തിയെ, ചേട്ടനെ, ചേച്ചിയെ സ്നേഹിക്കുന്നു, എന്നേക്കാൾ കൂടുതൽ എൻ്റെ ജീവിത പങ്കാളിയെ എൻ്റെ മാതാപിതാക്കൾ സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ എന്നേക്കാൾ കൂടുതൽ ജീവിത പങ്കാളി മാതാപിതാക്കളെ കൂടുതൽ സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ മാതാപിതാക്കൾ ചിന്തിക്കും, എന്നേക്കാൾ കൂടുതൽ എൻ്റെ മകൻ അല്ലെങ്കിൽ മകൾ അവിടെ ജീവിത പങ്കാളി സ്നേഹിക്കുന്നു, എന്നോടാർക്കും സ്നേഹമില്ല, എന്നെ ആർക്കും വേണ്ട. ഇങ്ങനെയുള്ള ഈ മനോഭാവത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ നാം അറിഞ്ഞിരിക്കേണ്ട ഒരു സത്യം, ആരും നിന്നെ സ്നേഹിച്ചാലും, നിന്റെ പെറ്റമ്മ നിന്നെ മറന്നാലും മറക്കാത്ത സ്നേഹമാണ് യേശുവിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ സ്നേഹം. അതിനും ഇങ്ങനെ പറയുന്നു, ഈ ലോകത്തിലെ ഏറ്റവും വലിയ സ്നേഹം എന്ന് പറയുന്നത് ഒരു അമ്മയുടെ സ്നേഹമാണ്. അതുകൊണ്ടാണ് കർത്താവ് വചനം പറയുകയാണ്, യെശയ്യാപ്രവാചകന്റെ പുസ്തകം 59:15 ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? ഇന്നുവരെ നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ വ്യക്തിപരമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും, ഒരു സ്ത്രീ ഒരിക്കലും തൻ്റെ കുഞ്ഞിനെ മറക്കില്ല. ഏറ്റവും വലിയ സ്നേഹം എന്ന് പറയുന്നത് മാതൃസ്നേഹമാണ്. അത് മനുഷ്യനായാലും മൃഗമായാലും പക്ഷികളായാലും പറവകളായാലും ഏറ്റവും വലിയ സ്നേഹം എന്ന് പറയുന്നത് മാതൃസ്നേഹമാണ്. എന്നാൽ ഒരുപക്ഷെ ഈ ഏറ്റവും വലിയ സ്നേഹമാണ് അമ്മയുടെ സ്നേഹം എന്ന് പറയുന്ന ഈ അമ്മ പോലും ഒരുപക്ഷെ മറക്കും. എൻ്റെ കുഞ്ഞുനാളിൽ ഞാൻ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്ന സമയത്ത്
ഒരു കനാലിൻ്റെ സൈഡിലൂടെ നടന്നാണ് സ്കൂളിലേക്ക് പോകുന്നത്. കിലോമീറ്റർ നടന്നിട്ട് വേണം സ്കൂളിൽ ചെല്ലാൻ. ആ കനാലിൽ വെള്ളിയാഴ്ച വെള്ളം വരും, തിങ്കളാഴ്ച മധ്യ വെള്ളം പറ്റിപ്പോവും. തിങ്കളാഴ്ച ഒരു ദിവസം രാവിലെ സ്കൂളിലേക്ക് പോകുമ്പോൾ വെള്ളം പറ്റിക്കിടക്കുന്ന ഈ കനാലിൻ്റെ ചുറ്റും ആളുകൾ കൂട്ടം കൂടി നിൽക്കുക. നോക്കുമ്പോൾ ആ വെള്ളം അടിഞ്ഞപ്പോൾ ആ കനാലിൽ ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ മൃതശരീരം അവിടെ അടിഞ്ഞു കിടക്കുക. അത് കാക്കകൾ കൊത്തിപ്പറിക്കുന്നു. കഴിഞ്ഞ ദിവസം ഏതോ ഒരു സ്ത്രീ പ്രസവിച്ച ഒരു കുഞ്ഞിൻ്റെ ജഡമായിരുന്നു അത്. ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? എത്രയോ അമ്മമാരാണ് പ്രസവിച്ച ഉടനെ കുഞ്ഞിനെ കൊന്നുകളയുന്നത്. എത്രയോ കുഞ്ഞുങ്ങളാണ്, എത്രയോ അമ്മമാരാണ് കുഞ്ഞുങ്ങളെ മറ്റുള്ളവർക്ക് വിൽക്കുന്നത്. സ്വന്തം കുഞ്ഞുങ്ങളെ, വേദനയോടെ നൊന്ത് പ്രസവിച്ച കുഞ്ഞുങ്ങളെ കൊന്നുകളയുന്നു, മറ്റുള്ളവർക്ക് വിൽക്കുന്നു, തെരുവിലെറിയുന്നു. ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും മറക്കില്ല എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷേ മറക്കുന്ന ഒത്തിരി സ്ത്രീകളുണ്ട്. ദൈവം പറയാണ്, അവൾ മറന്നാലും ഞാൻ നിന്നെ ഒരു നാളും മറക്കില്ല. ഈ ലോകത്തിലെ ഏറ്റവും വലിയ സ്നേഹമാണ് അമ്മയുടെ സ്നേഹമെങ്കിൽ അമ്മ മറന്നാൽ പോലും മറക്കാത്ത സ്നേഹമാണ്. അതായത് നിന്റെ പെറ്റമ്മയേക്കാൾ ഉപരിയായി നിന്നെ സ്നേഹിക്കുന്ന സ്നേഹമാണ് ദൈവത്തിൻ്റെ സ്നേഹം. ഈ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞു കഴിയുമ്പോൾ പിന്നെ അമ്മ എന്നെ സ്നേഹിക്കുന്നില്ല എന്ന വാക്കിന് അർത്ഥമില്ല. അതുപോലെ തന്നെ എൻ്റെ പിതാവ് എന്നെ തിരിഞ്ഞു നോക്കുന്നില്ല, എന്നോട് സ്നേഹമില്ല. എനിക്ക് ആവശ്യമായിരിക്കുന്ന ആഹാരം വാങ്ങിത്തരുന്നുണ്ട്, വസ്ത്രം വാങ്ങിത്തരുന്നുണ്ട്, എനിക്ക് ആവശ്യമായിരിക്കുന്ന പോക്കറ്റ് മണി തരുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ആവശ്യമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നുണ്ട്. പക്ഷേ എൻ്റെ അപ്പനോട് സ്നേഹമില്ല എന്ന് പറയുന്ന ഒത്തിരി വ്യക്തികൾ, പിതാവിൻ്റെ സ്നേഹം കിട്ടാതെ സ്നേഹത്തിന് വേണ്ടി അലയുന്ന കുഞ്ഞുങ്ങൾ. ഇവിടെ അതിനെ പറയാണ് സങ്കീർത്തന പുസ്തകം 27:10 പറയുന്നു, എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും യഹോവയായ ദൈവം എന്നെ ചേർത്തുകൊള്ളും. അതായത് നിൻ്റെ കാണപ്പെട്ട ദൈവങ്ങളായ മാതാപിതാക്കൾ നിന്നെ സ്നേഹിക്കുന്നില്ല, കരുതുന്നില്ല എന്ന് നീ ചിന്തിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ ദൈവം പറയാണ്, നിൻ്റെ അപ്പനും അമ്മയും നിന്നെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ മറക്കില്ല, ഉപേക്ഷിക്കില്ല, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് ദൈവം പറയുക. അങ്ങനെയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ സ്നേഹം എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന ഈ അപ്പൻ്റെ സ്നേഹമല്ല, അമ്മയുടെ സ്നേഹമല്ല, അതിനേക്കാൾ ഉപരിയായി നമ്മെ സ്നേഹിക്കുന്ന സ്നേഹമാണ് ദൈവത്തിൻ്റെ സ്നേഹം. അതായത് ദൈവത്തിൻ്റെ സ്നേഹമാണ് ഇന്ന് ഞാൻ ഈ ഭൂമിയിൽ ജനിക്കാൻ കാരണം. അമ്മയുടെ ഉദരത്തിൽ അനേകം കുഞ്ഞുങ്ങൾ മരണം വഴി ലോകത്ത് മാറ്റപ്പെട്ടപ്പോൾ അനേകം കുഞ്ഞുങ്ങൾ വൈകല്യമുള്ളവരായി ഭൂമിയിൽ നിന്ന് ജീവിക്കുമ്പോൾ ഒരു ഊനവുമില്ലാതെ ഇത്രത്തോളം ഞാനായിത്തീർന്നത് ദൈവത്തിൻ്റെ കൃപയാണ്, ദൈവത്തിൻ്റെ സ്നേഹമാണ്. എൻ്റെ പ്രായത്തിലുള്ള എത്രയോ വ്യക്തികൾ മരണം വഴി ലോകത്ത് മാറ്റപ്പെട്ടു. എന്നെപ്പോലെ ആരോഗ്യമുള്ള, എന്നെപ്പോലെ ചങ്കുറ്റമുള്ള എത്രയോ വ്യക്തികൾ മരണം വഴി ലോകത്ത് മാറ്റപ്പെട്ടു. ദൈവത്തിൻ്റെ കൃപയാണ്. കൃപ എന്ന വാക്കിൻ്റെ അർത്ഥം അർഹതയില്ലാത്ത ദാനം. ഇന്ന് വരെ ഞാൻ ജീവിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. ദൈവം അർഹതയില്ലാതെ എനിക്ക് നൽകിയ ജീവിതമാണ് ഈ ജീവിതം. അതുകൊണ്ട് ഇതിനോർത്ത് ദൈവത്തിന് നന്ദി പറയണം, ദൈവത്തെ മഹത്വപ്പെടുത്തണം. ദൈവം നൽകിയ നന്മകൾ എത്ര വലുതാണെന്ന് തിരിച്ചറിയണം. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം എത്ര വലുതാണെന്ന് രുചിച്ചറിയണം. പലപ്പോഴും ഇത് കണ്ടെത്താൻ കഴിയാത്തതുകൊണ്ട് നാം ദൈവത്തെ കുറ്റപ്പെടുത്തുന്നു, നാം നമ്മെ തന്നെ സ്വയം ശപിക്കുന്നു. എന്നെ ആർക്കും വേണ്ട, എന്നോട് ആർക്കും സ്നേഹമില്ല. ഇതാ നിന്നെ എല്ലാറ്റിനേക്കാൾ ഉപരിയായി സ്നേഹിക്കുന്നൊരു ദൈവമുണ്ട്. അമ്മയുടെ ഉദരത്തിൽ നിന്ന് ഈ ഭൂമിയിൽ പിറന്നു വീണ നിമിഷം മുതൽ അമ്മയിലൂടെ ദൈവമാണ് നിന്നെ സ്നേഹിച്ചത്, അപ്പനിലൂടെ ദൈവമാണ് നിന്നെ സ്നേഹിച്ചത്. മാത്രമല്ല വചനം പറയുന്നുണ്ട്, യെശയ്യാപ്രവാചകന്റെ പുസ്തകം 66-ാം അധ്യായം അതിൻ്റെ 12-13 വാക്യങ്ങൾ. യെശയ്യാവ് 66:12 അവസാന ഭാഗം ഇങ്ങനെ പറയുന്നത്, നിങ്ങളെ പാർശ്വത്തിൽ എടുത്തുകൊണ്ട് നടക്കുകയും മുഴങ്കാലിരുത്തിൽ ആളിക്കുകയും ചെയ്തത് ദൈവമാണ്. അമ്മ ആശ്വസിപ്പിക്കുന്ന പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. അതിനെ പറയാണ്, അമ്മയുടെ ഉദരത്തിൽ നിന്ന് ഈ ഭൂമിയിൽ പിറന്നു വീണ നിമിഷം മുതൽ അമ്മ സ്നേഹിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്. എന്നാൽ ദൈവം പറയുക, അത് നിന്നെ അമ്മയല്ല സ്നേഹിച്ചത്, അമ്മയിലൂടെ ദൈവമാണ് നിന്നെ സ്നേഹിച്ചത്. നിന്നെ എളിയിലിരുത്തി കൊണ്ട് നടന്നതും മുഴങ്കാലിരുത്തിൽ ആളിച്ചതും നിന്നെ അമ്മ ആശ്വസിപ്പിക്കുന്ന പോലെ നിന്നെ ആശ്വസിപ്പിച്ചതും നിന്റെ ദൈവമായ കർത്താവാണ്. അതായത് അമ്മയുടെ ഉദരത്തിൽ നീ ഭൂമിയിൽ പിറന്നു വീണ നിമിഷം മുതൽ നീ അനുഭവിച്ച സ്നേഹം മുഴുവൻ, അത് മാതാപിതാക്കളുടെ ആണെങ്കിലും മറ്റുള്ളവരുടെ ആണെങ്കിലും, അത് ദൈവമാണ് നിന്നെ അവരുടെ സ്നേഹിച്ചത് എന്ന് ദൈവത്തിൻ്റെ വചനം ദൈവം അരുളി ചെയ്യുക. വീണ്ടും ഹോശേയ-പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായം 3-ാം വാക്യത്തിൽ കർത്താവിന്റെ വചനം പറയുന്നു, ദൈവമായ കർത്താവ് അരുളി ചെയ്യുകയാണ്, ഞാൻ എഫ്രൈമിനെ നടപ്പാൻ പരിശീലിപ്പിച്ചു, ഞാൻ അവരെ എൻ്റെ ഭുജങ്ങളിൽ എടുത്തു, എങ്കിലും ഞാൻ അവരെ സൗഖ്യമാക്കി എന്നവർ അറിഞ്ഞില്ല. അതായത് ഒരമ്മ നടക്കാൻ പഠിപ്പിക്കുന്ന പോലെ,
ഒരപ്പൻ നടക്കാൻ ഒരു കുഞ്ഞിനെ പഠിപ്പിക്കുന്ന പോലെ ദൈവമാണ് നിന്നെ നടക്കാൻ പഠിപ്പിച്ചത്. ഇന്ന് അനേകം കുഞ്ഞുങ്ങൾ നടക്കാൻ കാലിന് ശേഷിയില്ലാതെ അംഗവൈകല്യമുള്ളവരായി, കൈകാലുകൾ നഷ്ടപ്പെട്ടവരായി, വൈകല്യമുള്ളവരായി ഭൂമിയിൽ ജീവിക്കുമ്പോൾ നീ എഴുന്നേറ്റ് നടന്നത് ദൈവത്തിൻ്റെ കരങ്ങൾ പിടിച്ചുകൊണ്ടാണ്. വീണ്ടും വചനം പറയുകയാണ്, ദൈവം തൻ്റെ ഭുജങ്ങളിൽ നിന്നെ എടുത്തു. ദൈവമായ കർത്താവ് അരുളി ചെയ്യുകയാണ്, ഞാൻ അവരെ എൻ്റെ ഭുജങ്ങളിൽ, എൻ്റെ തോളിലെടുത്തു. ഒരുപക്ഷെ നിൻ്റെ അപ്പനും നിൻ്റെ അമ്മ തോളിലെടുത്തപ്പോൾ നീ വളരെ ആർത്ത് സന്തോഷിച്ച് ചിരിച്ചിട്ടുണ്ടാകാം. എന്നാൽ ദൈവം പറയുകയാണ്, അതിൻ്റെ അപ്പനല്ല, നിൻ്റെ അമ്മയല്ല എടുത്തത്, ഞാൻ അവരെ എൻ്റെ ഭുജങ്ങളിൽ എടുത്തു. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം ദൈവം വെളിപ്പെടുത്തുകയാണ്. മാതാപിതാക്കൾ നിന്നെ സ്നേഹിക്കുമ്പോൾ ആ സ്നേഹം ദൈവം പറയുക, അത് മാതാപിതാക്കളുടെ ഞാനാണ് നിന്നെ സ്നേഹിച്ചത്. വീണ്ടും അതിനും പറയുകയാണ്, ഞാൻ അവരെ സൗഖ്യമാക്കി എന്നവർ അറിഞ്ഞില്ല. നമ്മൾ ഏറ്റവും കൂടുതൽ വേദന അനുഭവിക്കുന്ന സമയമാണ് കുഞ്ഞുനാളിൽ. ചില രോഗം വരുമ്പോൾ രാത്രിയുടെ യാമങ്ങളിൽ ഉറങ്ങാതെ വാവിട്ട് കരയുമ്പോൾ മാതാപിതാക്കൾ എടുത്തുകൊണ്ട് അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് ഓടും. ഈ കുഞ്ഞ് കരച്ചിൽ നിർത്തുന്നവരെ ഈ മാതാപിതാക്കൾക്ക് അസ്വസ്ഥതയാണ്, വേദനയാണ്. ഈ കുഞ്ഞ് കരയുമ്പോൾ, വാവിട്ട് കരയുമ്പോൾ ഈ കരച്ചിൽ അടക്കാൻ വേണ്ടി എന്തെല്ലാം മരുന്ന് കൊടുക്കാമോ, എന്തെല്ലാം ചികിത്സ നൽകാമോ അതൊക്കെ മാതാപിതാക്കൾ അവരുടെ ഉറക്കം കളഞ്ഞ്, അവരുടെ ഭക്ഷണം ഉപേക്ഷിച്ച് അവർ മക്കൾക്ക് വേണ്ടി ഓടും. നമ്മളെല്ലാം നമ്മുടെ ബാല്യത്തിൽ, ശൈശവത്തിൽ വളർന്നു വന്ന് ഇങ്ങനെയാണെങ്കിൽ ദൈവമായ കർത്താവ് പറയുകയാണ്, നിനക്ക് അസുഖം വന്നപ്പോൾ നിന്നെ എടുത്തുകൊണ്ട് ഓടിയത്, നിനക്ക് സൗഖ്യം നൽകിയത് നിൻ്റെ ദൈവമായ കർത്താവാണ്. അപ്പോൾ അമ്മയുടെ ഉദരത്തിൽ നമ്മെ സൃഷ്ടിക്കുക മാത്രമല്ല, പിറന്നു വീണ നിമിഷം മുതൽ ഓരോ നിമിഷവും നമ്മെ സ്നേഹിച്ച്, ഓരോ നിമിഷവും നമ്മെ സഹായിച്ച ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹമാണ് ഇവിടെ നാം കാണുന്നത്. വീണ്ടും വചനം പറയുകയാണ്, ആവർത്തന പുസ്തകം 32-ാം അധ്യായം 10-ാം വാക്യം, താൻ അവനെ മരുഭൂമിയിലും ഓളി കേൾക്കുന്ന ശൂന്യപ്രദേശങ്ങളും കണ്ടു, അവനെ ചുറ്റി പരിപാലിച്ച് കൺമണി പോലെ അവനെ സൂക്ഷിച്ചു. ഒറ്റപ്പെട്ടപ്പോൾ, മരുഭൂമി അവസ്ഥയിലായിരുന്നപ്പോൾ, അതായത് ആരും സഹായിക്കാനില്ല, ആരും സ്നേഹിക്കാനില്ല, ആരും കരുതാനില്ല, ചില ഒറ്റപ്പെട്ട നിമിഷങ്ങളിൽ, അത് ബാല്യത്തിലായിരിക്കാം, കൗമാരത്തിലായിരിക്കാം, യൗവനത്തിലായിരിക്കാം, എന്നെ ആരും സഹായിക്കാനില്ല എന്നോർത്ത് ഒരു മരുഭൂമിയുടെ അനുഭവത്തിലായിരിക്കുന്ന സമയം. മരുഭൂമി നമുക്കറിയാം, അവിടെ വെള്ളമില്ല, ആഹാരമില്ല, സംസാരിക്കാൻ, നമ്മുടെ സംസാരം കേൾക്കാൻ ഒരു വ്യക്തിയില്ല, നമുക്കവിടെ ശൂന്യതയാണ്. ഈ മരുഭൂമിയിൽ ഓളി കേൾക്കുന്ന ശൂന്യപ്രദേശങ്ങളിലും ഞാൻ അവനെ കണ്ടു, അവനെ ചുറ്റി പരിപാലിച്ച് കൺമണി പോലെ സൂക്ഷിച്ചു എന്നാണ് വചനം പറയുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഒറ്റപ്പെട്ട അവസ്ഥയിൽ വരാമാകുന്ന അപകടങ്ങളിൽ നിന്ന്, പ്രതികൂലങ്ങളിൽ നിന്ന് നമ്മെ കൺമണി പോലെ പരിപാലിച്ച, ചുറ്റി പരിപാലിച്ചു എന്ന കഥ. നമുക്ക് ചുറ്റും അവൻ പാളയമടിച്ച് സംരക്ഷിച്ചു. സക്രിയ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം അതിൽ 5-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ഞാൻ നിനക്ക് ചുറ്റും തീമതിലായിരിക്കും, എൻ്റെ മഹത്വം നിങ്ങളിൽ വെളിപ്പെടും. അതായത് നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ അപകടങ്ങൾ സംഭവിക്കാമായിരുന്ന സാഹചര്യത്തിൽ, ആരും സഹായിക്കാനില്ലാത്ത സാഹചര്യങ്ങളിൽ, ഒറ്റപ്പെട്ട നിമിഷങ്ങളിൽ, ഒറ്റപ്പെട്ട സാഹചര്യങ്ങളിൽ നമ്മെ ചുറ്റി പരിപാലിച്ച ദൈവത്തിൻ്റെ സ്നേഹം, തീ മതിലായി നമുക്ക് ചുറ്റും നമുക്ക് സംരക്ഷണം നൽകിയ ദൈവം, കർത്താവിൻ്റെ മഹത്വം രുചിച്ചറിയുവാൻ നമ്മെ സഹായിച്ച ദൈവത്തിൻ്റെ സ്നേഹം. ഇവിടെയെല്ലാം നമ്മൾ ദൈവസ്നേഹത്തെ തിരിച്ചറിയാതെ സാഹചര്യങ്ങൾ അങ്ങനെയൊക്കെ സംഭവിച്ചു, അവരെന്നെ സഹായിച്ചു, ഇവരെന്നെ സഹായിച്ചു, അല്ലെങ്കിൽ എന്നെ ഇത്രയും കുറേ വ്യക്തികൾ എന്നെ വളർത്തി വലുതാക്കി, എന്നെ ശുശ്രൂഷിച്ചു, എന്നെ സഹായിച്ചു, എന്നെ പരിപാലിച്ചു എന്നൊക്കെ നമ്മൾ കാണും. നമ്മുടെ കണ്ണിലൂടെയാണ്, നമ്മുടെ കണ്ണിലൂടെ നമ്മൾ കാണുമ്പോൾ നമ്മളെ സഹായിച്ച മാതാപിതാക്കളെ, സഹോദരങ്ങളെ, അധ്യാപകരെ, കൂട്ടുകാരെ, നമ്മളെ വളർത്തി വലുതാക്കിയവരെ നമ്മുടെ കണ്ണിലൂടെ നമ്മൾ കാണുന്നു. എന്നാൽ ദൈവത്തിൻ്റെ കണ്ണിലൂടെ നാം ഇത് നോക്കുമ്പോൾ ഇതെല്ലാം ചെയ്ത് ദൈവമാണെന്ന് അരുളി ചെയ്യുക. നിന്നെ സ്നേഹിച്ചതും, നിന്നെ പരിപാലിച്ചതും, നിന്നെ ചുറ്റി സംരക്ഷിച്ചതും, നിന്നെ ഇത്രത്തോളം കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു പരിപാലിച്ചതും ദൈവമാണെന്ന് ദൈവം അരുളി ചെയ്യുക. മാത്രമല്ല, കഴുകൻ തൻ്റെ കൂട് അനക്കി കുഞ്ഞുങ്ങൾക്ക് മീതെ പറക്കും പോലെ താൻ ചിറക് വിരിച്ച് അവനെ എടുത്തു, അവൻ്റെ ചിറകിന്മേൽ അവനെ വഹിച്ചു. അതായത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലും അഭ്യസിച്ചിട്ടുണ്ടെങ്കിൽ, ഒരുപക്ഷെ വിദ്യാഭ്യാസമായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രവൃത്തികളായിരിക്കാം,
നമുക്ക് പല കഴിവുകളുണ്ട്. ഈ കഴിവുകൾ എങ്ങനെയാണ് നമുക്കുണ്ടായത്? ഈ കഴിവുകൾ നമ്മിൽ അഭ്യസിപ്പിക്കുകയാണ് ചെയ്തത്. ദൈവം നമ്മെ അഭ്യസിപ്പിച്ചത് എങ്ങനെയാണെന്ന് പറയാണ്. കഴുകൻ തൻ്റെ കൂട് അനക്കി കുഞ്ഞുങ്ങൾക്ക് മീതെ പറക്കുന്ന പോലെ ചിറക് വിരിച്ച് അവന് ഞാൻ എൻ്റെ ചെറുകന്മേൽ വഹിച്ചു. നമുക്കറിയാം ഈ കഴുകൻ തൻ്റെ കുഞ്ഞുങ്ങളെ പറക്കാൻ പഠിപ്പിക്കുന്നത്. കഴുകൻ കൂടുകൂട്ടുന്ന ഏറ്റവും ഉയർന്ന സ്ഥലങ്ങളിലായിരിക്കും, ഏറ്റവും ഉയർന്ന സ്ഥലങ്ങളിൽ. ഈ കുഞ്ഞുങ്ങൾ പറക്കാറാകുമ്പോൾ, മുട്ട വിരിഞ്ഞ് പറക്കാറാകുന്ന കുഞ്ഞുങ്ങളെ ഈ കഴുകൻ കൂട്ടിൽ നിന്ന് കൊത്തി താഴേക്കിടും. ഈ കുഞ്ഞുങ്ങൾ വളരെ ഉയരത്തിലായിരിക്കും കൂട്. ഈ താഴേക്ക് പോരുമ്പോൾ ഈ കുഞ്ഞ് നിലവിളിച്ചുകൊണ്ട് പറയും, എൻ്റെ അമ്മയ്ക്ക് എന്നോട് സ്നേഹമില്ല, എൻ്റെ അപ്പനോട് സ്നേഹമില്ല, എന്നോട് സ്നേഹം ഉണ്ടായിരുന്നു, എന്നെ ഈ അഗാധമായ ഈ താഴ്ചയിലേക്ക് എന്നെ തള്ളിയിടുമോ? ഇങ്ങനെ വാവിട്ട് നിലവിളിക്കുന്ന ഈ കഴുകൻ കുഞ്ഞ് നോക്കുമ്പോൾ കാണുന്നൊരു കാഴ്ചയുണ്ട്. ഇതാ കുഞ്ഞുങ്ങൾക്ക് മീതെ ചിറക് വിരിച്ച് പറക്കുന്ന തള്ളക്കഴുകനെ കാണുക. അതായത് താൻ നശിച്ചു പോകാതിരിക്കാൻ തനിക്ക് ചുറ്റും ചിറക് വിരിച്ച് പറക്കുന്ന ആ തള്ളക്കഴുകനെ കണ്ടുകൊണ്ട് ആ കുഞ്ഞ് സന്തോഷിക്കുക. ഇതുപോലെ ദൈവത്തിൻ്റെ കണ്ണിലൂടെ നമുക്കത് കാണാൻ സാധിക്കുമോ? എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതൽ ഇന്ന് വരെ എനിക്ക് എന്തെങ്കിലും നേടാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതെൻ്റെ വിദ്യാഭ്യാസമായിരിക്കാം, എന്തെങ്കിലും വ്യക്തിപരമായിട്ടുള്ള കഴിവുകളായിരിക്കാം. ഇതൊക്കെ എനിക്ക് സിദ്ധിച്ചത് എൻ്റെ പരിശ്രമം കൊണ്ട്, എൻ്റെ അധ്വാനം കൊണ്ട്. ഞാൻ അധ്വാനിച്ചു, ഞാൻ പഠിച്ചു, ഞാൻ ജയിച്ചു എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ ദൈവമായ കർത്താവ് ചെയ്യുകയാണ്, ഞാനാണ് നിന്നെ പരിശീലിപ്പിച്ചത്. ഒരു കഴുകൻ തൻ്റെ കുഞ്ഞിനെ പറക്കാൻ പരിശീലിപ്പിക്കുന്ന പോലെ ഞാനാണ് നിന്നെ പരിശീലിപ്പിച്ചത്. അതുകൊണ്ട് പലപ്പോഴും നമ്മളിൽ തന്നെ, നമ്മുടെ ബുദ്ധിയിൽ, നമ്മുടെ കഴിവിൽ നമ്മൾ അഹങ്കരിക്കുമ്പോൾ, ഞാനെന്നുള്ള ഭാവത്തിൽ നമ്മൾ അഹങ്കരിക്കുമ്പോൾ തിരിച്ചറിയണം, ഞാൻ ഒന്നുമല്ല, ഞാൻ ഒന്നുമില്ല, എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. അതിനെ പറയാണ്, എല്ലാം ദാനമായിരിക്കെ ദാനമല്ല എന്ന മട്ടിൽ നീ എന്തിന് അഹങ്കരിക്കുന്നു? നിൻ്റെ ബുദ്ധി, നിൻ്റെ കഴിവ്, ഇന്ന് നേടിയതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണെന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തിന് നന്ദി പറയാൻ സാധിച്ചിട്ടുണ്ടോ? അങ്ങനെ നന്ദി പറയണമെങ്കിൽ നമ്മളെക്കാൾ വേദന അനുഭവിക്കുന്ന, ദാരിദ്ര്യം അനുഭവിക്കുന്ന, നമ്മളെക്കാൾ കഴിവ് കുറഞ്ഞ, മന്ദബുദ്ധികളായ, മാനസിക വൈകല്യമുള്ള അനേക വ്യക്തികളെ കാണുമ്പോഴാണ്, ദൈവമേ, അതേപോലെ ഒരു വ്യക്തിയായിട്ട് ദൈവത്തിനെ സൃഷ്ടിക്കാമായിരുന്നു, വൈകല്യമുള്ളൊരു വ്യക്തിയായിട്ട് ദൈവത്തിനെ ഈ ഭൂമിയിൽ സൃഷ്ടിക്കാമായിരുന്നു. എന്നാൽ ഒരു വൈകല്യവുമില്ലാതെ എനിക്ക് ആവശ്യമായിരിക്കുന്ന എല്ലാ കഴിവുകളും നൽകി എന്നെ ഓരോ നിമിഷം പരിശീലിപ്പിച്ച് വളർത്തി വലുതാക്കിയ ദൈവത്തിൻ്റെ സ്നേഹം എത്ര വലുതാണ് എന്ന് തിരിച്ചറിയുമ്പോൾ എന്നെ ആരും സ്നേഹിക്കാനില്ല എന്നുള്ള ചിന്ത മാറിപ്പോകും. എന്നെ സ്നേഹിക്കുന്നൊരു ദൈവം എൻ്റെ കൂടെയുണ്ട്. എന്നെ പറക്കാൻ പഠിപ്പിക്കുന്ന, എന്നെ പരിശീലിപ്പിക്കുന്ന, എനിക്ക് ചുറ്റും സംരക്ഷണം നൽകി എന്നെ ചുറ്റി പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ളൊരു ബോധ്യമുണ്ടെങ്കിൽ, ഈ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം തിരിച്ചറിഞ്ഞാൽ നമ്മൾ ഒരിക്കലും പറയില്ല എന്നെ സ്നേഹിക്കാൻ ആരുമില്ല എന്ന്. ആരും എന്നെ സ്നേഹിക്കാനില്ലെങ്കിലും എന്നെ സ്നേഹിക്കുന്നൊരു ദൈവം എൻ്റെ കൂടെയുണ്ട്. വീണ്ടും വചനം പരിശോധിക്കുമ്പോൾ കർത്താവിന്റെ വചനം പറയുന്നു, 2 ദിനവൃത്താന്തം 1-ാം അധ്യായം അതിൻ്റെ 10 മുതൽ, ശലോമോൻ ദൈവത്തോട് ജ്ഞാനവും വിവേകവും തരണമേ എന്ന് ചോദിക്കുക. ഇവൻ ചോദിച്ചത് ജ്ഞാനവും വിവേകവുമാണ് ദൈവത്തോട് ചോദിച്ചത്. എന്നാൽ അവൻ ലഭിച്ചത്, അതല്ലാതെ നിനക്ക് മുമ്പുള്ള രാജാക്കന്മാരിൽ ആർക്കും ലഭിക്കാത്തതും നിന്റെ ശേഷം ആർക്കും ലഭിക്കാത്തതുമായ ധനവും സമ്പത്തും മാനവും ഞാൻ നിനക്ക് തരും എന്ന് അരുളിച്ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ആവശ്യമായിരിക്കുന്ന ജ്ഞാനവും വിവേകവും മാത്രമല്ല, അതോടൊപ്പം നമുക്ക് ദൈവം നൽകുന്നത് ധനവും മാനവും സമ്പത്തും ദൈവം നമുക്ക് നൽകുന്നു എന്ന് ശലോമോന്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ദൈവസന്നിധിയിൽ ദൈവം നമ്മെ സ്നേഹിച്ച സ്നേഹം എത്ര വലുതാണ് നാം തിരിച്ചറിയണം. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന സമ്പത്ത്, നാം ഇന്ന് അനുഭവിക്കുന്ന മാനം, നാം ഇന്ന് അനുഭവിക്കുന്ന ധനം, ഇതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ് എന്നുള്ള വലിയ ബോധ്യം നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ ദൈവം തന്നെ എന്തുമാത്രം സ്നേഹിക്കുന്നു, ദൈവം നമ്മെ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് തിരിച്ചറിയാൻ സാധിക്കും. പലപ്പോഴും എന്നെ ആർക്കും വേണ്ട, എന്നോട് ആർക്കും സ്നേഹമില്ല എന്നോർത്ത് സ്വയം കുറ്റപ്പെടുത്തി നിന്ദിച്ച് ദൈവത്തിന് മുമ്പിൽ ദൈവത്തെ ശപിച്ച് സ്വയം ശപിച്ച് ജീവിക്കുന്ന ആരെങ്കിലും സ്വരം കേൾക്കുന്നുണ്ടെങ്കിൽ തിരിച്ചറിയുക, ആരെല്ലാം നിന്നെ ഉപേക്ഷിച്ചാലും ഉപേക്ഷിക്കാത്ത, ആരെല്ലാം നിന്നെ മറന്നാലും മറക്കാത്ത,
ദൈവം നിൻ്റെ കൂടെയുണ്ട്. ഓരോ നിമിഷവും നിന്നെ കരം പിടിച്ച് നടത്തുന്ന ദൈവം. ആ ദൈവത്തിൻ്റെ സ്നേഹം എത്ര വലുതാണെന്ന് തിരിച്ചറിയുക. ആവർത്തന പുസ്തകം 4-ാം അധ്യായം 31-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങളുടെ ദൈവമായ കർത്താവ് കരുണയുടെ ദൈവമാണ്. അവിടുന്ന് നിങ്ങളെ കൈവിടുകയോ നശിപ്പിക്കുകയോ നിങ്ങളുടെ പിതാക്കന്മാരോട് ശബ്ദം ചെയ്ത ഉടമ്പടി വിസ്മരിക്കുകയോ ഇല്ല. ഓരോ നിമിഷം നമ്മളെ കരം പിടിച്ച് നടത്തുന്ന, കണ്ണിന് കൃഷ്ണമണി പോലെ കാത്ത് പരിപാലിക്കുന്ന ആ ദൈവത്തിൻ്റെ ആഴമായ അനന്തമായ സ്നേഹം തിരിച്ചറിഞ്ഞ് ആ സ്നേഹം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ മുഖാന്തരം നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞ് കവിഞ്ഞൊഴുകേണ്ടതിന് ആ നെഗറ്റീവ് ചിന്തകളിൽ നിന്ന്, നെഗറ്റീവ് മനോഭാവങ്ങളിൽ നിന്ന് ഒരു പോസിറ്റീവ് മൈൻഡിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുവരാൻ തക്കവണ്ണം ആരെല്ലാം എന്നെ മറന്നാലും, ആരും എന്നെ സ്നേഹിച്ചില്ലെങ്കിലും എന്നെ സ്നേഹിക്കുന്നൊരു ദൈവമുണ്ട്, എന്നെ കരുതുന്നൊരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ അനുഭവിക്കാൻ തക്കവണ്ണം നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം, കണ്ണുകളടയ്ക്കാം. ബാർക്കുമോർ, ഞങ്ങൾ അത്യധികമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവാൻ നല്ല ദൈവമേ, ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ നിമിഷങ്ങൾക്കായി ദൂതനായി നന്ദി പറയുന്ന കർത്താവേ, ഞങ്ങളുടെ പലപ്പോഴും ഞങ്ങളുടെ ഹൃദയത്തിൽ ഞങ്ങൾ നെഗറ്റീവായി ചിന്തിച്ചിട്ടുണ്ട്. എന്നെ ആർക്കും വേണ്ട, എന്നെ സ്നേഹിക്കാൻ ആരുമില്ല. ഇന്ന് പലപ്പോഴും സ്നേഹം കിട്ടാതെ മനസ്സിന് മുറിവേറ്റ വേദനിപ്പിക്കുന്ന അനുഭവമായി കർത്താവേ വചനം കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെല്ലാം നിൻ്റെ തിരുമുറിയിലേക്ക് സമർപ്പിക്കുകയാണ്. കർത്താവേ, അമ്മയുടെ ഉദരത്തിൽ ജീവൻ്റെ തുടിപ്പായ രൂപം കൊണ്ട നിമിഷം മതി നിമിഷം വരെ നീ സ്നേഹിച്ച സ്നേഹത്തിൻ്റെ ആഴം എത്ര വലുതാണെന്ന് തിരിച്ചറിയുവാൻ പരിശുദ്ധാത്മാവ് മുഖാന്തരം ദൈവസ്നേഹ ഹൃദയത്തിൽ അനുഭവിച്ചുകൊണ്ട് കർത്താവേ നിനക്ക് നന്ദി പറയുവാൻ ഞങ്ങൾ വ്യക്തിപരമായി നിൻ്റെ കരങ്ങളെ സമർപ്പിക്കുകയാണ്. കർത്താവേ, ഞങ്ങളുടെ അനുഗ്രഹത്തിന് തടസ്സമായ ഈ നെഗറ്റീവായ ചിന്തകളെ അവിടുത്തെ തിരുമുറിയിൽ സമർപ്പിക്കുക. തിരുരക്തത്താൽ ഞങ്ങളെ കഴുകണം നിർത്താം. ഞങ്ങളുടെ ഹൃദയത്തെ ശുദ്ധീകരണത്താം. ഞങ്ങളുടെ മനസ്സിൽ പിശാച് ഇട്ട് ധരിക്കുന്ന നെഗറ്റീവായ ചിന്തകൾ പലപ്പോഴും ഞങ്ങളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന, നീ എന്തിനെങ്ങനെ ജീവിക്കും, നിന്നെ സ്നേഹിക്കാൻ ആരുമില്ല, നിന്നെ മറ്റുള്ളവർ വെറുക്കുന്നു, നിന്നെ കുറ്റപ്പെടുന്നു, നിന്നെ ഒറ്റപ്പെടുന്നു, നിന്നെ സ്നേഹിക്കാൻ ആരുമില്ല, എന്തിനെങ്ങനെ ജീവിക്കും, ഇതിനും ഭേദം നിനക്ക് ചത്തൂടെ എന്ന് പിശാച് മുഖത്ത് നോക്കി പറയുമ്പോൾ, എന്നെ സ്നേഹിക്കുന്നൊരു ദൈവമുണ്ട്. ആ ദൈവം എന്നെ ഒരിക്കലും കൈവിടിയിൽ ഉപേക്ഷിക്കുകയില്ല. ഓരോ നാളും എൻ്റെ കൂടെ എന്നുള്ള വലിയ ബോധ്യത്തോടെ യേശുവെ അവിടുത്തെ അനന്തമായ സ്നേഹം അനുഭവിച്ചുകൊണ്ട് കർത്താവിൻ്റെ കരങ്ങളിൽ മുറുകെ പിടിച്ചുകൊണ്ട് കർത്താവ് ഞങ്ങളുടെ ഇനിയുള്ള ജീവിതം അനുഗ്രഹകരമായി തീരുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ മനസ്സിൻ്റെ എല്ലാ ചിന്തകളും നിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. എല്ലാ ആകുലതകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഉത്കണ്ഠകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നെഗറ്റീവായ എല്ലാ ബോധ്യങ്ങളെ ചിന്തകളെ യേശുവിൻ്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധിയമ്മേ, ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പരിശുദ്ധാത്മാവ് മുഖാന്തരം ദൈവസ്നേഹം ഞങ്ങളുടെ ഉള്ളിൽ നിറയുവാൻ, ദൈവസ്നേഹം അനുഭവിച്ചുകൊണ്ട് ദൈവത്തോട് കൂടെ ഞങ്ങൾക്ക് ഇനിയുള്ള ജീവൻ നയിക്കുവാൻ തക്കവണ്ണം പരിശുദ്ധിയമ്മേ, ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സകല ശുദ്ധിമാന്മാരെ, ശുദ്ധിമതികളെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. കർത്താവിനുള്ള സ്നേഹത്തെ പ്രതി രക്തസാക്ഷികളായ സകല രക്തസാക്ഷികളും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എല്ലാ മഹത്വം പിതാവിടുന്ന് മാത്രം എടുക്കണം. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നിട്ട് ഇന്നും ജീവിക്കുന്ന ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ദൈവമായ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം നല്ല പിതാവേ. ആമേൻ.